മക്കളെ, നമ്മൾ ഇപ്പോൾ ഏകദേശം 30 വീഡിയോസ് സാറ് അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയുമായിട്ട് ബന്ധപ്പെട്ട് സാർ ചെയ്തു കഴിഞ്ഞു. ഈ 30 വീഡിയോസും മക്കൾ കൃത്യമായിട്ട് പഠിച്ചു എന്നാണ് സാർ വിശ്വസിക്കുന്നത്. എല്ലാ വീഡിയോസും 30 വീഡിയോസും കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് സാർ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞു പോയ എല്ലാ വീഡിയോസും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ സാറ് പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവും. സി ദ ഫസ്റ്റ് 3 ഡിജിറ്റ് ടേം ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസ്. നമുക്കൊരു അരിത്തമാറ്റിക് സീക്വൻസ് തന്നിരിക്കുകയാണ് 1, 6, 11, 16 എക്സെട്ര. നമുക്കൊരു അരിത്തമാറ്റിക് സീക്വൻസ് തന്നു 1, 6, 11, 16 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 3 അക്ക പദം നമ്മളോട് 1, 6, 11, 16 എക്സെട്ര. നമ്മുടെ സമാന്തര ശ്രേണി 1, 6, 11, 16 എക്സെട്ര. ഇതിലെ ആദ്യത്തെ 3 അക്ക പദം ഇവിടെ നമുക്ക് 4 ചോയ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 3 അക്ക പദം, അപ്പം നമുക്ക് ആദ്യത്തെ ഈ 101 നോക്കണം. ആദ്യം നമ്മളോട് ആദ്യത്തെ 3 അക്ക പദം ചോദിച്ചേക്കണേ. അതുകൊണ്ട് നമുക്ക് 102, 100, 103 ഒന്നും ചെക്ക് ചെയ്യാൻ പോകരുത്. ഏറ്റവും ആദ്യം നമ്മളിത് ആദ്യം കാണുന്നത് തന്നെ നോക്കണം. അപ്പം നമുക്കറിയാം ഇതാണ് നമ്മുടെ സമാന്തര ശ്രേണി. അപ്പം നമുക്ക് കോമൺ ഡിഫറൻസ് പെട്ടെന്ന് കാണാം. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അല്ലെ രണ്ടാം പദം മൈനസ് ഒന്നാം പദം. 6 - 1 5 കിട്ടി. ഇനി നമുക്ക് ഈ 101 എന്ന് പറയുന്നത് ഇതിലെ ഒരു പദമാണോ ഇതിലെ ഒരു ടേമാണോ ചെക്ക് ചെയ്യാൻ സാറിന് വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു നമ്പർ എടുത്തിട്ട് ഈ നമ്മുടെ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക. നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് ചെറിയ നമ്പർ എടുക്കുന്നതായിരിക്കും. ഈ 101 നിന്നും അങ്ങ് കുറയ്ക്കുക. നമ്മളെടുത്ത ഈ ആദ്യ പദം 6 എടുത്താലും മതി, 11 എടുത്താലും മതി, ഏതെങ്കിലും ഒരു പദം എടുക്കുക. പക്ഷെ നമ്മൾ എപ്പോഴും എടുക്കേണ്ട ഒന്നാം പദമാണ്, അല്ലെ ഫസ്റ്റ് ടൈമാണ്. കാരണം എളുപ്പം അതായിരിക്കും. അപ്പം നമുക്ക് 101 നിന്നും 1 കുറച്ച് നമുക്ക് 100 കിട്ടി. നമ്മുടെ പദത്തിൽ നിന്നും നമുക്ക് കണ്ടുപിടിക്കേണ്ട പദത്തിൽ നിന്നും 101 ഇതിലെ ഒരു മെമ്പറാണോ, ഇതിലെ ഒരു ടേമാണോ, അതിൽ ആ സമാന്തര ശ്രേണിയിലെ ഒരു പദമാണോ, അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ആ 101 നിന്നും ഈ സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും ഒരു പദം എടുത്തിട്ട് ഇതിൽ നിന്ന് കുറയ്ക്കണം. ആ ഏതെങ്കിലും ഒരു പദം എന്ന് പറയുമ്പം ഇതിൽ ഏതെടുത്താലും നമുക്ക് ചെക്ക് ചെയ്യാം. പക്ഷേ ഏറ്റവും ആദ്യത്തെ പദം എടുക്കുന്നതാണ് എളുപ്പം. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 100 കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇത് ഒന്നാമത്തെ സ്റ്റെപ്പാണ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ഈ കോമൺ ഡിഫറൻസ് അല്ലെ പൊതുവ്യത്യാസം 5 ആണ്. നമുക്കിതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കണം. ഈ പൊതുവ്യത്യാസം കൊണ്ട് ഇതിനെ ഹരിച്ചു കഴിയുമ്പം നമുക്കിത് ഇൻറ്റിജർ കിട്ടണം. അതായത് ഈ കിട്ടിയിരിക്കുന്ന ഡിഫറൻസ് ഈ 100നെ 5 കൊണ്ട് ഡിവൈസിബിൾ ആയിരിക്കണം. ഒരു നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈസിബിൾ ആകാനുള്ള ട്രിക്ക് സാറ് പറഞ്ഞു തന്നു. 100നെ 5 കൊണ്ട് ഡിവൈസിബിൾ ആകാൻ കാരണം എന്താ? 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇവിടെ ഒരു ഇൻറ്റിജർ കിട്ടി. ഫ്രാക്ഷൻ കിട്ടിയാൽ ഡിവൈസിബിൾ അല്ല. ഇൻറ്റിജർ എന്ന് പറയുന്നത് ഏതൊക്കെയാ? 0, 1, 2 എക്സെട്ര, -1, -2 എക്സെട്ര. ഇവരെയാണ് നമ്മൾ ഇൻറ്റിജർ എന്ന് പറയുന്നത്. നമുക്ക് 2.5 എന്ന് പറഞ്ഞാൽ അത് ഇൻറ്റിജർ അല്ല, അത് ഫ്രാക്ഷനാണ്. അപ്പം നമുക്കിവിടെ 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഒരു ഇൻറ്റിജർ കിട്ടിയുകൊണ്ട് നമുക്ക് പറയാം ഈ ഡിഫറൻസിനെ 5 കൊണ്ട് കോമൺ ഡിഫറൻസ് അല്ലെ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം നമുക്കൊരു ഇൻറ്റിജർ കിട്ടി. അപ്പം ഈ 100 ഈസ് ഡിവൈസിബിൾ ബൈ 5. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ 101 ഇതിലെ ഒരു മെമ്പറാണ്. അതായത് 101 ഇസ് എ മെമ്പർ ഓഫ് അവർ അരിത്തമാറ്റിക് സീക്വൻസ്. അല്ലെങ്കിൽ 101 നമ്മുടെ സമാന്തര ശ്രേണിയിലെ ഒരു പദമാണ്. അപ്പം നമുക്ക് ആൻസർ കിട്ടുന്നത് 101 ആണ്. ഇനി നമ്മളോട് ചോദിച്ചേക്കണേ എന്താ? ദ ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പറാണ് ചോദിച്ചത്. അപ്പം നമുക്ക് 100 വേണം ചെക്ക് ചെയ്യാം. 101 ആദ്യം വരുന്നത് 100.
100 ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയല്ല. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയോ, ഈ 100-ൽ നിന്നും ഇവിടുത്തെ ആദ്യ പദം കുറച്ചു, അപ്പം നമുക്ക് 99 കിട്ടി. 99-നെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇൻറ്റിജർ അല്ല കിട്ടുന്നത്, ഒരു ഫ്രാക്ഷനാണ് കിട്ടുന്നത്. സി ഇവിടെ 1 49 എന്ന് പറയുമ്പം 9, അപ്പം 19 4/99 45 19 4/5 ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതൊരു മിക്സഡ് ഫ്രാക്ഷനാണ്. അപ്പം നമുക്ക് ഡിവിഷൻ ചെയ്യുമ്പോൾ ആ ഡിഫറൻസിനെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻറ്റിജർ കിട്ടണം. അപ്പോൾ ആ ടെസ്റ്റിംഗ് പ്രോസസ്സ് മക്കൾക്ക് മനസ്സിലായി എന്ന് സാറ് കരുതുന്നു. ഇനിയും മക്കൾക്ക് മനസ്സിലായില്ലെങ്കിൽ സാറിൻ്റെ വാട്സപ്പിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ സാറിൻ്റെ ഓൺലൈനായിട്ടുള്ള ടീച്ചേഴ്സ് 1-to-1 ആയിട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. 13th term of an arithmetic sequence is 20. What is the sum of first and 25th term? അതായത് ഒരു സമാന്തര ശ്രേണിയുടെ 13ാം പദം 20 ആണ്. 1ാം പദത്തിൻ്റെയും 25ാം പദത്തിൻ്റെയും തുക എന്താണ്? അപ്പം നമുക്ക് 13ാം പദം എന്ന് പറയണത് 20 ആണ്. അതായത് 13th term. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളോട് ചോദിച്ച എന്താ? 1ാം പദത്തിൻ്റെയും 25ാം പദത്തിൻ്റെയും തുക. ഈ 13 എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഈ 1-നും 25-നും കൃത്യം സെൻറ്ററിലുള്ളതാണ് 13. 1ാം പദത്തിൻ്റെയും ഫസ്റ്റ് ടേമിൻ്റെയും 25th ടേമിൻ്റെയും കറക്റ്റ് സെൻറ്ററിലാണ് 13ാം പദം അല്ലെ 13th ടേം വരുന്നത്. നമുക്കറിയാം മിഡിൽ ടേം എന്ന് പറയുന്നത്, മിഡിൽ ടേം ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണിയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ടൈം 2 ആണ്, ലാസ്റ്റ് ടൈം 10 ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പം 12/2 ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. മിഡിൽ ടൈം 6 ആണ്. അപ്പം നമുക്ക് പറയാം മിഡിൽ ടൈം ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ 2. അപ്പം ഇങ്ങനെ വന്നാൽ മിഡിൽ ടൈം നമുക്ക് കിട്ടണമെങ്കിൽ ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ടേമിൻ്റെയും 25ാം പദത്തിൻ്റെയും 1ാം പദത്തിൻ്റെയും 25ാം പദത്തിൻ്റെയും മിഡിലായിട്ട് 13th ടേം വരും. ആ 13th ടേം എത്രയാണ്? 13th ടേം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 20. അപ്പം നമുക്ക് പറയാം 13th ടേം എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. അതായത് 13th ടേം മിഡിൽ ടേം ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ 2. ഇത് നമ്മൾ എഴുതി വെക്കണം. മിഡിൽ ടൈം ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ബൈ 2. അപ്പോൾ ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 20 × 2 40 വരും. ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ഈസ് ഈക്വൽ ടു 40. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? വാട്ട് ഈസ് ദി സം ഓഫ് ഫസ്റ്റ് ആൻഡ് 25th ടൈം? അല്ലെങ്കിൽ 1ാം പദത്തിൻ്റെയും 25ാം പദത്തിൻ്റെയും തുക എന്താണ്? അതായത് ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം 1ാം പദം പ്ലസ് 25ാം പദം എത്ര? 40 ഈസ് ദ ആൻസർ. ദെയർഫോർ അവർ ആൻസർ ഈസ് സി. ഇനി ഒരു ക്വസ്റ്റ്യനോട് നോക്കാം. വളരെ ഈസിയാണ്. ഡിസ്റ്റൻസ് ഫ്രം 10th ടൈം ടു 15th ടൈം ഈസ് 11. അതായത് 10ാം പദത്തിൽ നിന്ന് 15ാം പദത്തിലേക്കുള്ള ദൂരം 11 ആണ്. അപ്പം നമുക്ക് എന്താ പറയാവുന്നത്? 10ാം പദത്തിൽ നിന്ന് 15ാം പദത്തിലേക്ക്, 10ാം പദത്തിൽ നിന്ന് 15ാം പദത്തിലേക്ക് ഉള്ള ദൂരം 11 ആണ്. അപ്പം നമ്മൾ എങ്ങനെ പറയും? 15th ടൈം മൈനസ് 10th ടൈം ഈസ് ഈക്വൽ ടു 11. ഈ 15th ടൈം മൈനസ് 10th ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം 5 × d ആണ്. 5 × കോമൺ ഡിഫറൻസ്. കാരണം 10th ടേമിനോട് കൂടി 5 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് 15th ടൈം വരുന്നത്.
അപ്പോൾ 15th ടൈം മൈനസ് 10th ടൈം എന്ന് പറഞ്ഞാൽ 11 അതിൻ്റെ അർത്ഥം 5D ഈസ് ഈക്വൽ ടു 11. 5D ഈസ് ഈക്വൽ ടു 11. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം 10th ടൈം ടു 20th ടൈം. 10th ടൈമിൽ നിന്നും 20th ടൈമിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര? അപ്പം നമുക്ക് പറയാം 10th ടൈമിൽ നിന്നും 20th ടൈമിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ എഴുതും? 20th ടൈം മൈനസ് 10th ടൈം, അതെത്ര വരും? 20 മൈനസ് 10 അത് 10D എന്ന് വരും. കാരണം 10th ടൈം 10ാം പദത്തിൽ നിന്നും 20ാം പദത്തിലേക്കുള്ള ദൂരം അത് 10D വരും. അപ്പം നമുക്ക് 10D എന്ന് പറഞ്ഞാൽ നമുക്ക് 2 × 5D എന്ന് പറയാം. 5Dയുടെ വാല്യൂ നമുക്ക് 11 എന്നറിയാം. അപ്പം നമുക്ക് 2 × 11 22 ഈസ് ദി ആൻസർ. അതായത് നമ്മോട് പറഞ്ഞിരിക്കുന്നത് 10ാം പദത്തിൽ നിന്ന് 15ാം പദത്തിലേക്കുള്ള ദൂരം 11. ഡിസ്റ്റൻസ് ഫ്രം 10th ടൈം ടു 15th ടൈം ഈസ് 11. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം 10th ടൈം ടു 20th ടൈം? അല്ലെങ്കിൽ 10ാം പദത്തിൽ നിന്ന് 20ാം പദത്തിലേക്കുള്ള ദൂരം നമുക്ക് എത്ര കിട്ടി? ഇപ്പം നമുക്ക് 22 എന്ന് ആൻസർ കിട്ടി. നമുക്കിതുപോലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം മക്കൾക്ക് ആ ബേസിക് കോൺസെപ്റ്റുകളെല്ലാം ക്ലിയർ ആയതുകൊണ്ട് സാർ ഇപ്പോൾ ഈ പറഞ്ഞ 3 MCQs മനസ്സിലായി കഴിഞ്ഞു. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സാറിൻ്റെ ഈ മുമ്പിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. അതുപോലെ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാനും മക്കൾ മറക്കരുത്.